ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. ഈ രീതിയിലൊന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂ. നല്ല സൂപ്പറാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് നമുക്ക് ചപ്പാത്തി, അപ്പം, പൂരി ഇതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് കട്ട് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇനി അത് മൂത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു 3 വലിയ സവാളയാണ് ചേർക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ നന്നായിട്ട് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ പച്ചമുളകാണ് ചേർക്കുന്നത്. അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാണ്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ചെറിയ തീയിലിട്ട് ഇതേപോലെ നമ്മൾ ചീനച്ചട്ടിയിൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒത്തിരി തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് സവാള കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർക്കുന്നത്. ഈ തക്കാളിക്ക് അധികം പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ. അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറു തീയിലിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ച് എടുക്കാം. കണ്ടല്ലോ, ഈ തക്കാളിയുടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് എഗ് റോസ്റ്റ് മസാലയാണ് കേട്ടോ. അത് നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന എഗ് റോസ്റ്റ് മസാല വാങ്ങിക്കാം. അതൊരു 1.5 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്ക് ഇതിലേക്ക് വെള്ളം നന്നായിട്ട് ഇറങ്ങാം. കണ്ടല്ലോ, അത് ആവി കൊണ്ട് തന്നെ ഈ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കണം ഇനി ഉപ്പൊക്കെ മതിയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ടൊമാറ്റോ കച്ചപ്പിനൊക്കെ ഉപ്പുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഇനി ചേർത്താൽ മതി. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം ഒരു 4 മുട്ട പുഴുങ്ങിയാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് ഇളക്കണ്ട. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുട്ട മുഴുവൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇതുപോലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ അതായത് ഈ ഉള്ളിയുടെ അരപ്പുമായിട്ട് നമുക്കിതുപോലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് യോജിപ്പിച്ച് എടുക്കാം. ഒട്ടും പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.